ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് സന്തോഷകരമായ ഒരു കാര്യമുണ്ടായിട്ടുണ്ട്. പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുള്ള കാര്യമാണ്. മലയാള ടെലിവിഷനിലെ ഈ സെനയിൽ, അതായത് യമനിലെ സെനയിലെത്തി നിമിഷപ്രിയ ജയിൽ സന്ദർശിക്കുന്ന ആദ്യത്തെ മാധ്യമമായി 24. നമ്മുടെ പ്രതിനിധി അൻവർ പാലേരിയാണ് ജയിലിൽ പോയി നിമിഷപ്രിയയെ കണ്ടത്. ഈ ഇതുവരെ അങ്ങനെ ജയിലിൽ പോയി അവരെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. എന്തായാലും അൻവർ പാലേരിക്ക് അത് സാധിച്ചു. അൻവർ പാലേരി അവരെ കണ്ടു. മാത്രമല്ല, അവർക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. പരമാവധി സഹായിച്ച് അവരെ ജയിൽ മോചിതയാക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ അൻവർ പാലേരി അവിടെ സെനയിൽ എത്തുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ ആക്രമണം ഹൂത്തിക്ക് നേരെ നടന്നത് തൊട്ടടുത്താണ് നടന്നത്. തലനാരിഴയ്ക്ക് വാർത്താ സംഘം രക്ഷപ്പെട്ടു എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അൻവർ പാലേരി അയച്ച റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പരിപാടിയിൽ കാണാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് നിമിഷപ്രിയെ കാണാൻ പറ്റി. അവരുടെ കാര്യങ്ങളൊക്കെ, കാര്യം പുറത്തുള്ള ഒരു കാര്യം അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അൻവർ പാലേരിയോട് പറഞ്ഞു. അൻവർ പാലേരി എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യവും പറഞ്ഞു. പക്ഷേ അവർക്ക് ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ ഭയമുണ്ട്. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. MLA ജയിലിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയെ സന്ദർശിക്കുന്ന ആദ്യത്തെ മലയാളം ടെലിവിഷൻ പ്രതിനിധിയായി അൻവർ പാലേരി. ഈ യമനിലെ സന സിറ്റിയിലെ ജയിലിലെത്തിയത് ഒരു സാഹസിക യാത്രയ്ക്ക് ശേഷമാണ്. രാവിലെ കൺമുമ്പിൽ ബോംബ് വീണതൊക്കെ കണ്ടു. എന്തായാലും ഈ ഒരു സാഹസികയ്ക്ക് ശേഷമാണ് ജയിലിൽ പോയി കാണാൻ കഴിഞ്ഞ് നിമിഷപ്രിയയെ ജയിലിൽ കണ്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമുക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മാധ്യമ പ്രതിനിധിക്ക് കാണാനെത്തിയത്. 24-ൻ്റെ അൻവർ പാലേരിയാണ് നേരിട്ട് കണ്ട അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് പുറത്ത് സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിഞ്ഞു. അവിടെ നിന്ന് അൻവർ പാലേരി റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയായിരുന്നു. വളരെ സാഹസികമായ ഒരു യാത്രയ്ക്ക് ശേഷം യമനിൽ യുദ്ധ സാഹചര്യങ്ങളുണ്ട്, യുദ്ധം നേരിൽ കണ്ടു. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയമായിരുന്നു. അൽഹംദുലില്ലാ, ഇന്ന് ഞങ്ങൾ ജയിലിലെത്തി നിമിഷപ്രിയയെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അതിന് മൊബൈൽ ഫോണൊന്നും നമുക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ആകെയുള്ള ഇതാണ്, ഇങ്ങനെ ഒരു സീലടിച്ച് തരും. ജയിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീലാണ് നമുക്ക് തെളിവായിട്ട് തരിക. അപ്പോൾ അവിടെ നിമിഷപ്രിയ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം എന്നാണ്. അവർക്ക് മറ്റു യാതൊരു വിവരങ്ങളും പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ല. പിന്നെ അതിനകത്ത് മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ പ്രൊട്ടക്ഷനൊക്കെ നോക്കുന്ന. നമ്മളിനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ചാണ്ടി ഉമ്മൻ സാറുണ്ട്, മറ്റു പലരും ഉണ്ട്. നമുക്ക് മലയാളി സമൂഹമായിട്ട് ചേർന്നിട്ട് നമ്മുടെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഒന്നിക്കും. അതിനുള്ള ഇവരുമായിട്ട് എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമുക്ക് ദയാധനം ഒരു എമൗണ്ട് കൊടുത്തിട്ട് അതെത്രയാണെങ്കിലും അത് കൊടുത്ത് നമുക്ക് നിമിഷപ്രിയ ഇറക്കാൻ പറ്റുമെങ്കിൽ ശ്രമം നടത്താം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സാഹസികമായ യാത്രയ്ക്കൊടുവിലാണ് യമനിലെ സന സിറ്റിയിലെ ജയിലിൽ പോയിട്ട് അൻവർ പാലേരിക്ക് അവരെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ സന സിറ്റിയിൽ നിന്ന് അൻവർ പാലേരി തത്സമയം ചേരുകയാണ്. അൻവർ, രാവിലെ ഒരു വലിയ ബോംബിൻ്റെ മുമ്പിൽ നിന്നാണ് രക്ഷപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഓർമ്മ കൂടി ആദ്യം ഒന്ന് പങ്കുവയ്ക്കും. എന്താണ് ശരിക്കും ഉണ്ടായത്? SK, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനത്തിന് വകയുള്ള നിമിഷങ്ങളാണ്. കാരണം ഞങ്ങൾ ദോഹയിൽ നിന്ന് പുറപ്പെട്ട് തന്നെ നിമിഷപ്രിയയെ നേരിൽ കാണുക, ഏതെങ്കിലും തരത്തിൽ അവരെ മോചിപ്പിക്കാനുള്ള ഒരു സാധ്യത, അവസാനത്തെ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത കൂടി പരീക്ഷിച്ചു നോക്കുക. കാരണം കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ തൽക്കാലം ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഉടനെ നടപ്പാക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെയും മെനഞ്ഞാനും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ പലതരത്തിലും യമൻ മീഡിയകളിൽ, വ്യാപകമായിട്ട് അറബിക് മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ പേടിയോടും ആശങ്കയോടും കൂടിയാണ് വന്നത്. അപ്പൊ ഈ വരുന്ന വഴി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 3-4 രാജ്യങ്ങൾ കടന്നാണ് ഇവിടെ എത്തിയത്. വന്നതിന് ശേഷം തന്നെ വരുന്ന വഴിയിൽ തന്നെ വലിയ തരത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം മുന്നിൽ കാണേണ്ടി വന്നു. അത്തരമൊരു അനുഭവവും കടന്നു. പക്ഷേ ഇന്ന് ഇവിടെയുള്ള ഇതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്, ദോഹ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. സുബൈർ മുല്ലോളി എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുകാരൻ, അദ്ദേഹം ഖത്തറിൽ ഇത്തരത്തിലുള്ള നിയമ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. ചാണ്ടി ഉമ്മൻ ഇത്തവണ ദോഹയിൽ വന്നപ്പോഴാണ് ഇതിന്റെ കാര്യം സുബൈറുമായും നമ്മളുമൊക്കെയായി സംസാരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ യമനിലെത്തി അവരെ കാണാൻ പറ്റുകയും ജയിലിൽ അവരെ ചെന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ കൂടെ നിൽക്കാം, അതുപോലെ മലയാളി സമൂഹം മൊത്തം കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് സുബൈറിനും അതുപോലെ നമുക്കും ചാണ്ടി ഉമ്മൻ ദോഹയിൽ വെച്ച് തന്നിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു സാഹസിക യാത്രക്ക് പുറപ്പെട്ടതും ഇന്ന് ഇതാ നിമിഷപ്രിയയെ ജയിലിൽ ചെന്ന് കണ്ട് തിരിച്ചെത്തിയിട്ടുള്ളൂ. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ മുറിയിൽ തിരിച്ചെത്തിയിട്ട്. നിമിഷപ്രിയ വളരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, എന്താണ് നടക്കുന്നത് എന്നെനിക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എന്തു നടക്കുന്നു എന്നിട്ട് അമ്മയെ കൂട്ടി സാമൂഹിൽ വന്നിരുന്നു, അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അമ്മ വന്നാൽ കുറെ കരയും, മറ്റൊന്നുമില്ല, എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കൂ. ഞങ്ങളും വളരെ ആശ്വസിപ്പിച്ചു. അതോടൊപ്പം തന്നെ ജയിലിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു വനിതയുണ്ട്, യമൻ വനിതയാണ്. അവരും നമ്മളോട് വളരെ റിക്വസ്റ്റ് ചെയ്ത് പറയുന്നു, എങ്ങനെയെങ്കിലും നിമിഷയെ നിങ്ങൾ നാട്ടിലെത്തിക്കൂ, മോചിപ്പിക്കൂ. കാരണം നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു പെണ്ണാണ്, നല്ലൊരു സ്ത്രീയാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവരെ നാട്ടിലെത്തിച്ചാൽ അത് വലിയൊരു പുണ്യമായിരിക്കും എന്നാണ് ആ സ്ത്രീ. സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി ഇത് കേട്ടപ്പോ. ഓക്കെ, എത്ര മണിക്കായിരുന്നു അവരെ കാണാൻ കഴിഞ്ഞത്? എന്തായിരുന്നു ഈ ജയിലിലെ പ്രൊസീജിയറൊക്കെ? ജയിലില് വളരെ 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 സങ്കീർണമായ പ്രൊസീജിയറാണ്. കാരണം ജയിലിലേക്ക് കടത്തിവിടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഈ സുബൈർ എന്ന് പറയുന്ന കക്ഷിക്ക് ഇവിടെ വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അത് ദോഹയായിട്ട് ബന്ധപ്പെട്ടിട്ട് അറബ് സമൂഹത്തിനിടയിൽ വലിയ പിടിപാടുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആക്സസ് ചെയ്യാവുന്ന ഒരാളാണ്. അദ്ദേഹം നേരെ ഇവിടെ വന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ എല്ലാം റെഡിയാക്കിയിരുന്നു. ഇവിടുത്തെ വലിയൊരു ഷെയ്ഖിന്റെ കീഴിലുള്ള ആളുകളുമായി അവർ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതും അവരുടെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു. എല്ലാ കാര്യങ്ങളും ജയിലിലെ കാര്യങ്ങൾ മുഴുവൻ അവർ തന്നെയാണ് നടത്തുന്നത്. അവസാനം ഞങ്ങൾക്ക് സമാധാനമായത് കയ്യിൽ ഇങ്ങനെ ഒരു സ്ത്രീകളുടെ ജയിൽ സന്ദർശിക്കാനുള്ള പെർമിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സീൽ അടിച്ചു തരും. പിന്നെ ബാക്കി നമ്മളുടെ കംപ്ലീറ്റ് ദേഹപരിശോധന, മറ്റ് സാധനങ്ങളൊക്കെ, മൊബൈൽ ഉൾപ്പെടെ. മൊബൈലൊക്കെ നേരത്തെ തന്നെ വളരെ മുമ്പേ തന്നെ മൊബൈലൊക്കെ വാങ്ങി വെക്കും. ഫോട്ടോ എടുക്കാൻ പാടില്ല, ആ പരിസരത്ത് 1 കിലോമീറ്റർ മുമ്പ് വരെ ഫോട്ടോ എടുക്കാൻ പാടില്ല. പക്ഷേ ഈ ഷെയ്ഖിന്റെ ചില സ്വാധീനം ഉപയോഗിച്ചിട്ട് ജയിലിന്റെ മുമ്പിൽ നിന്ന് ആദ്യമായിട്ടൊരു പടം എടുക്കാൻ പോലും നമുക്ക് സമ്മതം കിട്ടി. ആ പടം 24-ൽ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമാണ്. ഇനി നമ്മൾ മലയാളികളാണ്, 24-ഉം അതുപോലെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തുള്ള മുഴുവൻ മലയാളി സമൂഹവും ചേർന്ന് നിന്നാൽ നമുക്ക് നിമിഷപ്രിയയെ ഇറക്കാൻ പറ്റും. പക്ഷെ അതിന് ഇവിടെയുള്ള നിയമസഹായം, ഇതുവരെ ഉള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, അവരുമായി സംസാരിക്കേണ്ടതുണ്ട്, തലാലിന്റെ കുടുംബവുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മോചനദ്രവ്യം നൽകിയാലും മോചിപ്പിക്കരുത് എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു പൊതുവികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. പല സ്ഥലത്തും നിമിഷപ്രിയ എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. ശരിക്കും ഇങ്ങനെ ഈ ഇവരുടെ മോചനത്തിനെതിരായിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിമിഷപ്രിയയ്ക്ക് അറിയാമോ? തീർച്ചയായും നിമിഷയായിട്ട് സംസാരിച്ചിരുന്നു. നിമിഷയും പറയുന്നത് നിമിഷയോട് ഞാൻ ചോദിച്ചു, നിമിഷയ്ക്ക് എന്താണ് ഞങ്ങളുടെ ചാനലിനോട് പറയാനുള്ളത്, മലയാളികളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നിമിഷ പറയുന്നത്, എന്താണ് സംഭവിച്ചത് എന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്താണ് നിമിഷയ്ക്ക് അത്തരത്തിലുള്ള കുറ്റബോധമോ വല്ലതും ഉണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് മറ്റാർക്കും അറിയില്ലല്ലോ എന്ന് മാത്രമാണ് നിമിഷ അവിടെ വെച്ച് നമ്മളോട് പറയുന്നത്. നിമിഷ പറയുന്നത്, എങ്ങനെയെങ്കിലും എന്നെ പുറത്തിറക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യൂ പ്ലീസ്, ഇതാണ്. പിന്നെ വളരെ നല്ല വ്യക്തിത്വമുള്ള സ്ത്രീ, വളരെ വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ, വളരെ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയുണ്ട്. എന്നാൽ ചില നിമിഷങ്ങളിൽ ഇമോഷണൽ ആവുന്നുണ്ട്. ആകെ ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ ആണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയത്. അതിനിടയ്ക്ക് ഇവിടെയുള്ള യമനികൾ തന്നെ അവളുമായിട്ട് സംസാരിച്ചു, പേടിക്കണ്ട, ഞങ്ങൾ പുറത്തിറക്കും, ധൈര്യമായിട്ടിരിക്കൂ എന്നൊക്കെ അവർ തന്നെ അവൾക്ക് ധൈര്യം കൊടുത്തു. എന്തായാലും ഇന്ന് നിമിഷപ്രിയ ത്തോടെ ഉറങ്ങും എന്നൊരു വിശ്വാസം എന്റെ മനസ്സിലുണ്ട്. അൻവറെ, ഈ ഖത്തർ ദോഹയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ അവിടുത്തെ ജയിലുകളിൽ പോയി ഒരാളെ കാണുന്ന പോലെ തന്നെ നമുക്ക് തൊട്ട് മുഖാമുഖം നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞോ? വളരെ ദോഹയിലെ സംബന്ധിച്ചിടത്തോളം ദോഹയിൽ നിന്ന് ഇന്ത്യൻ എംബസിയുടെ ആളുകളുടെ ഒരു സാന്നിധ്യത്തിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ എംബസി ഇല്ല. ഞാൻ വരുന്നത് ഒരു തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ ഒരു അറിവും ഇല്ലാതെയാണ് ഞാനിവിടെ എത്തുന്നത്. കാരണം എംബസിയുടെ നമ്മൾ ലെറ്ററിനോ എന്തെങ്കിലും കാര്യത്തിൽ ഖത്തറിൽ തന്നെ എംബസിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പെർമിഷന് പോയാൽ നമുക്ക് കിട്ടില്ല. എന്തിന് യമനിൽ പോകുന്നു, നടക്കില്ല എന്നുള്ളതായിരിക്കും. കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയെ ഒന്നും വിവരം അറിയിക്കാതെ യമൻ എംബസിയിൽ നേരിട്ട് പോയി വിസ എടുക്കുക. പക്ഷെ ഇന്ത്യക്കാർക്ക് വിസ നൽകില്ല എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. പക്ഷെ അതും ഈ യമനിലുള്ള ചില ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഖത്തറിലെ യമൻ എംബസിയിൽ നിന്ന് വിസ ഇഷ്യൂ ചെയ്തിരുന്നത്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എയർപോർട്ടിൽ
യമൻ വിസ ഉണ്ടെങ്കിലും ഒരു ഇന്ത്യക്കാരനെ ഒരു എയർപോർട്ടിലും ഇറങ്ങാൻ അനുവദിക്കില്ല. ഒരു എയർപോർട്ടിൽ നിന്നും യമനിലേക്ക് വിടുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പല എയർപോർട്ടുകളും ശ്രമിച്ചു. തിരിച്ച് അത്രയും ദൂരം അടുത്ത വിമാനത്താവളത്തിലേക്ക് പോകുന്നു, ബോർഡർ മാർഗം ശ്രമിക്കുന്നു. അതും നടക്കാതെ വന്നപ്പോൾ അവസാനം സിയോൺ എന്ന് പറയുന്ന വിമാനത്താവളം യമന്റെ മറ്റൊരറ്റത്താണ്. അതായത് ഹൂതികളുടെ പ്രോവിൻസ് അല്ല, മറ്റൊരു പ്രോവിൻസ്. സനയാണ് ഹൂതികളുടെ പ്രോവിൻസ്. മറ്റൊരു പ്രോവിൻസ് സിയോൺ എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ്. ആ വിമാനത്താവളത്തിലേക്ക് ഞങ്ങൾ ഈജിപ്ത് വഴിയാണ് എത്തുന്നത്. കൈറോവിൽ നിന്നാണ് നേരിട്ട് ഇങ്ങോട്ട് വരുന്നത്. സലാല പോയി, സലാലയിൽ നിന്ന് ഈജിപ്തിലെ കൈറോവിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. കൈറോവിൽ നിന്ന് സിയോണിലേക്ക് വരുന്നു. സിയോണിൽ നിന്ന് ഏതാണ്ട് 1000-ഓളം കിലോമീറ്റർ റോഡ് മാർഗം. ഈ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഈ രണ്ട് പ്രൊവിൻസുകളും, അതായത് ഹൂതി പ്രൊവിൻസും കുറച്ച് മോഡറേറ്റഡ് മറ്റുള്ള ഈ രണ്ട് പ്രൊവിൻസുകളും വേർതിരിച്ചിട്ടുണ്ട്. ഈ വേർതിരിച്ച സ്ഥലം 300 കിലോമീറ്റർ വളരെ ദുർഘടമായ മരുഭൂമിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനിടയിലൂടെ ഈ 300 കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് വേണം വരാൻ. ഈ വരുമ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഹൂതികളുടെ ചെക്ക് പോയിന്റുകളുണ്ട്. കാരണം ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് ഒരാളെയും ഈ രാജ്യത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലാണ്. ഇതിനെയൊക്കെ മറികടന്ന് ഇവിടെ എത്താൻ പറ്റിയത് ചെക്ക് പോയിന്റുകളിലും ചെക്ക് പോസ്റ്റുകളിലൊക്കെ കടക്കുമ്പോൾ അൻവറിനോട് അവരെന്താ ചോദിക്കുന്നത് ശരിക്കും? കാരണം ഈ നിമിഷപ്രിയെ കാണാൻ പോവുകയാണ് എന്ന് അവരോട് പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞാൽ ഒരു കാരണവശാലും അവരിങ്ങോട്ട് വിടില്ല. പക്ഷെ ഞങ്ങള് വന്നത്, ഞങ്ങളുടെ കൂടെ 2 യമൻ പൗരന്മാരുണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്ക് സന്ദർശനം എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. വീട്ടില് ചിലർക്ക് സുഖമില്ലാത്ത ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ ഖത്തറിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്താൻ പറ്റിയത്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇപ്പൊ തന്നെ ഞങ്ങളുടെ പാസ്പോർട്ട് ബോർഡറിൽ ഒരു സ്ഥലത്ത് പാസ്പോർട്ട് കണ്ടുകെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോൾ പാസ്പോർട്ട് കിട്ടിയാലായി, പിന്നീട് എന്ത് ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അതായിരുന്നില്ല വിഷയം. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക, നിമിഷപ്രിയയെ കാണുക, സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അൻവർ പലേരി ഇന്ത്യക്കാരനാണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായോ? ചെക്ക് പോസ്റ്റിൽ മനസ്സിലായോ ഊതികൾക്ക്? തീർച്ചയായും. കാരണം നമ്മൾ ഇന്ത്യനാണ് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അവസാനം പകുതി ദൂരം എത്തിയപ്പോൾ പാസ്പോർട്ട് അവർ പിടിച്ചു വാങ്ങി വെച്ചിട്ട് ഒരു പെർമിഷൻ ലെറ്റർ തരും. നമുക്ക് ഒരു പെർമിഷൻ ലെറ്റർ തരും. അതുപോലെ തന്നെ സ്പോൺസേഴ്സ് ആയിട്ട് 2 പേര് സൈൻ ചെയ്ത് കൊടുക്കണം. അവർ സൈൻ ചെയ്ത് കൊടുത്ത്, ഇപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്താൽ പോലും അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. ഇങ്ങനെ ഒരു ന്യൂസ് ചെയ്താൽ പോലും അവർക്കായിരിക്കും അതിന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവരായിരിക്കും അതിന് ആൻസർ നൽകേണ്ടത്. അവരുടെ പെരുമാറ്റം പൊതുവെ ഇന്ത്യനാണ് എന്നറിയുമ്പോൾ അവരുടെ പെരുമാറ്റം പൊതുവെ എങ്ങനെയാണ്? ഇല്ല, യമനികൾ പൊതുവെ ചരിത്രപരമായി തന്നെ ഇന്ത്യക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. പക്ഷെ പൊതുവെ അവരുടെ സ്വഭാവത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുക, അവർ 2 പേര് സംസാരിക്കുന്നത് കേട്ടാൽ, സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടാലും വഴക്കിടുന്നതാണെന്ന് മാത്രമേ തോന്നുള്ളൂ. കാരണം ഞങ്ങളുടെ കൂടെ വന്ന ഷെയ്ഖ് ഇത് കഴിഞ്ഞ് ജയിൽ സന്ദർശനത്തിന് ശേഷം ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഒരു കല്യാണ വീട്ടിലേക്കാണ്, ഒരു യമനിയുടെ കല്യാണ വീട്ടിൽ. അവിടെയൊക്കെ നമുക്ക് ലഭിച്ച സ്വീകരണം വളരെ വലിയ സ്വീകരണമായിരുന്നു. യമനികൾക്ക് പൊതുവെ ഇന്ത്യയും കേരളവുമായി പ്രത്യേകിച്ച് വലിയ ചരിത്രപരമായ ബന്ധമുണ്ട് SKN. കാരണം കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം തുടങ്ങുന്നത് യമനിൽ നിന്നാണ്. യമനിൽ നിന്ന് വന്ന മുസ്ലിങ്ങളിൽ നിന്നാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഉണ്ടാകുന്നത് തന്നെ. അതുകൊണ്ട് വലിയ തരത്തിലുള്ള വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. ആ ചരിത്രങ്ങളൊക്കെ യമനികൾക്ക് ഇപ്പോഴും അവരുടെ ഉള്ളിൽ അതൊരു നൊസ്റ്റാൾജിയായിട്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നവരാണ്. ഹിന്ദി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ അറബ് സമൂഹത്തിനിടയിൽ, ഇവിടെയുള്ള യമനി സമൂഹത്തിനിടയിൽ ഈ കൊലപാതകം, അതിനെ തുടർന്നുണ്ടായ പല വിഷയങ്ങളും, അതുണ്ടാക്കിയ വലിയ ചർച്ചകൾ, സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നു. അതുപോലെ മലയാളികൾ നടത്തുന്ന പല സമൂഹ മാധ്യമ ഇടപെടലുകളും ശരിക്കും ഈ നമ്മുടെ കാന്തപുരം AP അബൂബക്കർ അദ്ദേഹമൊക്കെ, കാന്തപുരം ഉസ്താദൊക്കെ കണ്ടതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല എതിർത്തും അനുകൂലിച്ചൊക്കെ കുറെ കാര്യങ്ങൾ വന്നു. ഇതിനെക്കുറിച്ചൊക്കെ നിമിഷപ്രിയക്ക് അറിയായിരുന്നോ? ഇല്ല, നിമിഷപ്രിയക്ക് ആകെ അറിയാവുന്നത്, നിമിഷപ്രിയ പറഞ്ഞത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഇവർക്കൊന്നും സത്യം എന്താണ് എന്നറിയില്ലല്ലോ എന്ന് മാത്രമാണ്. നമ്മളുടെയും ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ കാര്യം നമുക്കറിയില്ല. എന്ത് സംഭവിച്ചാലും ഒരു ഇന്ത്യക്കാരി, നമ്മുടെ ഒരു സഹോദരി, അവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ 1% സാധ്യത ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായി തന്നെയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായത്, സലാലയിൽ വെച്ചിട്ട് എന്റെ ചെറിയൊരു ആക്സിഡന്റ് പറ്റുന്നു, എന്റെ കാലിന്റെ മുട്ട് ബാൻഡേജ് ചെയ്യുന്നു, വലിയ വേദന സഹിച്ചിട്ട് യാത്ര അവിടെ വെച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. എന്റെ കൂടെയുള്ള ഒരു ദോഹയിലേക്ക് മടങ്ങിപ്പോകാൻ പറയുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത്, നമ്മളൊരു ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തിയാക്കണം. ജയിലിലെത്തി
നിമിഷപ്രിയയെ കണ്ടിട്ടേ ഇനി മടക്കമുള്ളൂ എന്നൊരു ഉറപ്പ് തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു. അതെന്തായാലും ഇന്ന് സാധ്യമായി SKN. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അൻവർ പാലേരി, ഒരു കാര്യം കൂടി, അതായത് പൊതുവെ ഇവരുടെ ഒരു ഡ്രസ്സും അവരുടെ രീതികളും ഒക്കെ തന്നെ അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റിയതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടോ? ഏത് ഡ്രസ്സിലായിരുന്നു? അതായത് ഇപ്പോൾ താങ്കൾ അവരെ സന്ദർശിക്കാനെത്തിയ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ താങ്കളെ കാണിക്കുമ്പോൾ അവർ ജയിൽ ഡ്രസ്സിൽ തന്നെ ആയിരുന്നു? നമുക്ക് ഒരു വിൻഡോ ആണ്. ആ വിൻഡോയുടെ അപ്പുറത്താണ് ഇവരിയ്ക്കുന്നത്. ഇവരുടെ ഇത്ര അരക്ക് മുകളിലോട്ടുള്ള ഭാഗം മാത്രമാണ്. പക്ഷെ കംപ്ലീറ്റ് മുഖം, കണ്ണ് മാത്രമാണ് നമ്മൾ കാണുന്നത്, കണ്ണും മുഖവും. പക്ഷെ ചുണ്ടിന്റെ ഭാഗത്തും മൂടിയിട്ടുണ്ട്. പക്ഷെ നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീയായിട്ടും നല്ല ആരോഗ്യത്തോടെ നല്ല ആർജവത്തോടെ തന്നെയാണ് നിമിഷപ്രിയ ഇന്ന് എന്നോട് സംസാരിച്ചത്, ഞങ്ങളോട് സംസാരിച്ചത്. വളരെ എനിക്ക് തോന്നുന്നത് ജയിലിൽ അവർക്ക് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. അവരുടെ ജയിലിലുള്ള അവരുടെ സെക്യൂരിറ്റി ആയിട്ടുള്ള സ്ത്രീ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അറബിയിലാണ് സംസാരിച്ചത്. സുബൈർ എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരികയായിരുന്നു. സുബൈറിനോട് പറയുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവരെ നാട്ടിലെത്തിക്കും, അത് വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും, നിങ്ങളെ അള്ളാഹു രക്ഷിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അവര് യമനിയാണ്. അങ്ങനെ അവരുടെ പെരുമാറ്റം ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് എങ്ങനെയാണ് നിമിഷപ്രിയ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയത് എന്നൊക്കെയുള്ള വിഷയത്തിൽ നമുക്കിപ്പോൾ ഒന്നും ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റില്ല. SKN ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത്, മനുഷ്യന്റെ കാര്യമാണ്. ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിമിഷപ്രിയയുടെ ഹസ്ബൻഡിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നമ്മളും ഈ സംസാരിക്കുന്നതിനിടയിൽ. എന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് തോന്നുന്നു. ഈ ഭർത്താവിനെക്കുറിച്ചും മകളെക്കുറിച്ചും ഒക്കെ നിമിഷപ്രിയ അന്വേഷിച്ചില്ലേ? ഒന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സമയം കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരെ ഇമോഷണൽ ആക്കാതിരിക്കുക എന്നുള്ള മാനസികമായ ഒരു ചിന്ത കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരെ ഇമോഷണൽ ആക്കാതിരിക്കുക. അമ്മ വന്ന് എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അമ്മ വന്ന് കുറെ കരയും എന്ന് മാത്രമാണ്. പിന്നെ മോളെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഇമോഷണലായി അവർക്ക് നമുക്ക് അവരുടെ അടുത്ത് മറ്റു കാര്യങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം വരും. അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിമിഷപ്രിയ എന്താണ് അൻവറിനോട് പറഞ്ഞത്? നിമിഷപ്രിയ വളരെ പ്രതീക്ഷയിലാണ്. എന്നെ എങ്ങനെയെങ്കിലും ഇറക്കണം. ഞങ്ങൾ കൊടുത്ത ധൈര്യം, നിമിഷപ്രിയ സമാധാനമായിരിക്കും. അതുപോലെ തന്നെ യമനിലെ ഒരു നിമിഷം അൻവർ പാലേരി, നമ്മുടെ ചാണ്ടിയുമ്മൻ MLA ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ചാണ്ടിയുമ്മൻ ഈ പ്രശ്നത്തിൽ വളരെ കാര്യമായി ഇടപെടുകയും കാന്തപുരം ഉസ്താദിനെ പോയി കാണുകയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. അതുപോലെ കേരള ഗവർണറെ ഇടപെടുത്താനൊക്കെ ചാണ്ടിയുമ്മൻ ശ്രമിച്ചിരുന്നു. നമസ്കാരം ചാണ്ടിയുമ്മൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഒരു നല്ല കാര്യം ഉണ്ടായത്, നമ്മുടെ യമനിലെ ചെന്നൈയിലെ സിറ്റിയിലുള്ള ജയിലിൽ പോയി നമ്മുടെ ദോഹയിലെ നമ്മുടെ പ്രതിനിധി അൻവർ പാലേരി നിമിഷപ്രിയയെ സന്ദർശിച്ചു. ആ ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കൾ കൂടി ഈ പ്രൈം ടൈമിൽ ചേരുന്നത്. പറയൂ ചാണ്ടിയുമ്മൻ, ഒരുപക്ഷെ അവർ വളരെ പ്രതീക്ഷയിലാണ് എന്നാണ് അൻവർ പാലേരി പറയുന്നത്. വളരെ സന്തോഷം. ഞാൻ കഴിഞ്ഞ മാസം ഖത്തറിലെത്തി. ഖത്തറിലെ വിവിധ ആൾക്കാരെ, ശ്രീ അൻവർ പാലേരി അതേപോലെ B2Bയുടെ ആൾക്കാരെയൊക്കെ കാണുകയും അവര് എനിക്ക് വാക്ക് തന്നിരുന്നു, ഖത്തറിൽ നിന്ന് അവര് യമനിലേക്ക് പോകും. ആ യമനിലേക്ക് അവർ പോകാൻ കാണിച്ച ആ ധൈര്യത്തിനെ ഞാൻ ആദ്യമേ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. അൻവർ പാലേരിയൊക്കെ ചാണ്ടിയുമ്മൻ, അൻവർ പാലേരി, താങ്കൾക്ക് ചാണ്ടിയുമ്മനുമായിട്ട് ആ വിശേഷം ഒന്ന് പങ്കുവയ്ക്കാം. കാര്യം അവർ വളരെ പ്രതീക്ഷയിലാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ചാണ്ടിയുമ്മൻ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം താങ്കൾ അന്ന് B2Bയുടെ ഓഫീസിൽ വന്ന് സുബൈർ മുല്ലോളിയായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു വിഷയം നമ്മളെല്ലാം കൂടി ഇരിക്കുന്നു. ജസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിശ്ചയിച്ചൊരു കാര്യമാണ്. ചാണ്ടിയുമ്മനോട് അന്ന് സുബൈർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് യമനിലെത്തി, സനയിലെത്തി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ജയിലിൽ ചെന്ന് നിമിഷപ്രിയയെ നേരിട്ട് കാണും എന്ന് സുബൈർ അന്നൊരു വാക്ക് തന്നിരുന്നു. ആ വാക്കിന്റെ ഉറപ്പിലാണ് ഞാനും സുബൈറിന്റെ കൂടെ കൂടിയത്. അതുപോലെ തന്നെ ചാണ്ടിയുമ്മനിൽ വലിയ വിശ്വാസമുണ്ട്. ഞാനിന്ന് നിമിഷപ്രിയയോട് ആ കാര്യം പറയുകയും ചെയ്തു. നിമിഷപ്രിയയോട് ഞങ്ങൾ പറഞ്ഞത്, ദോഹയിൽ വന്ന് ഞങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ചാണ്ടിയുമ്മനാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള നിലപാടുകൾ എടുത്താലും എന്ത് നടപടികൾ സ്വീകരിച്ചാലും ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ചാണ്ടിയുമ്മൻ തന്നിരുന്നു. ആ ഉറപ്പിലാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയ പറഞ്ഞത്, സാറ് നല്ല മനുഷ്യനാണ് എന്നാണ്.
ഓക്കെ, എന്തായാലും ചാണ്ടിയുമ്മൻ അതിനെക്കുറിച്ചൊരു റിപ്ലൈ കൂടി പറയുക. കാര്യം MLA സെനയിൽ നിന്നാണ് ഇപ്പോൾ അൻവർ പാലേരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ മാസം അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിനോടൊപ്പം B2Bയിലെ നമ്മുടെ മലയാളി സഹപ്രവർത്തകരെ കണ്ടു. അവര് വളരെ താല്പര്യത്തോടെ ഈ വിഷയം ഏറ്റെടുത്തു. അവര് അവിടെ ചെല്ലുവാൻ കാണിച്ച മനസ്സിന് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. ഇത്ര റിസ്ക് എടുത്ത് യമൻ പോലെ രാജ്യത്ത് പോവുകയും ആ റിസ്ക് നേരിട്ട് അവര് അഭിമുഖീകരിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൊട്ട് മുമ്പിൽ ബോംബ് വീഴുമ്പോൾ പോലും അവിടുന്ന് ദൈവം രക്ഷിച്ചതായിട്ടാണ് ഞാൻ കരുതുന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും ഇത്രയും വലിയ റിസ്ക് എടുത്ത് യമനിലേക്ക് പോയ അൻവർ പാലേരിയും സംഘത്തെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ആ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാം വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അതിനകത്ത് സക്സീഡ് ചെയ്യട്ടെ. സർവശക്തനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അവർ സക്സീഡ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട നിമിഷപ്രിയ അവിടുന്ന് വളരെ എന്താ പറയാ രക്ഷിച്ചു കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഈ ഒരു പ്രവർത്തനത്തിന് യമൻ വരെ പോവാൻ കാണിച്ച മനസ്സിന്. ഓക്കെ, അൻവർ പാലേരി, ഇനി എപ്പോഴാണ് നിങ്ങൾ മടക്കം? കാരണം യമനിൽ നിന്ന് ഇപ്പോൾ ഈ പാസ്പോർട്ട് ഇപ്പം അവരുടെ ഹൂതികളുടെ കയ്യിലാണെന്നല്ലേ പറഞ്ഞത്. എപ്പോഴാണ് മടക്കം? മടക്കം 2-3 ദിവസം കഴിയേണ്ടി വരുമെന്ന് തോന്നുന്നു. അതിന്റെ കൂടെ എനിക്ക് ചാണ്ടിയുമ്മൻ സാറിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പോഴും പാതി വഴിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അതായത് ഇവരെ നേരിൽ ചെന്ന് കണ്ടു. ഇനി ഇവിടെ ഇതിന്റെ നടപടികൾ ചെയ്ത സംഘവുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവർക്ക് കൊടുക്കേണ്ട തുക എത്രയാണ് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതിലൊരു ശക്തമായ ഒരു നെഗോഷിയേഷൻ നടത്തേണ്ടതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇവരെ ഇറക്കാൻ പറ്റുക. അതുകൊണ്ട് അവസാന നിമിഷം വരെ ചാണ്ടിയുമ്മൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. സുബൈറും അതുപോലെ തന്നെ. തീർച്ചയായിട്ടും അൻവർ ചാണ്ടിയുമ്മൻ സജീവമായിട്ട് ഇതിലുണ്ട്. ചാണ്ടിയുമ്മന് മറുപടി പറയാം. നമുക്ക് പൂർണ്ണമായ എന്ത് നിങ്ങൾ ആ വ്യക്തിയുടെ മോചനത്തിന് വേണ്ടി എന്ത് ചെയ്താലും നമ്മളെല്ലാം കൂടുതലുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ ഇതിനോട് ഇടപെട്ട എല്ലാവരും, പ്രിയപ്പെട്ട ഗവർണർ അടക്കം ശ്രീ കാന്തപുരം ഉസ്താദ് അടക്കം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ടവരാണ്. അതേപോലെ നിങ്ങളും ശ്രീ സാജൻ ലത്തീഫ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരാളാണ്. അതേപോലെ നിങ്ങളും ഇടപെടുന്നതിൽ കാണുന്നതിൽ ഇത്രയും റിസ്ക് എടുത്ത് പോകുന്നതിൽ നന്ദി പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന എല്ലാ റിസ്കിലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം എന്ത് പിന്തുണ എന്റെ ഭാഗത്ത് നിന്ന് എവിടെ വേണമെങ്കിലും ഞാൻ വരുന്ന രീതിയിൽ വേണമെങ്കിൽ പോലും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക. ആ കുട്ടിയുടെ മോചനത്തിനായി കേരളം കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ചാണ്ടിയുമ്മൻ. അൻവർ പാലേരി, താങ്കൾ എന്തായാലും 2 ദിവസം അവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു ജനകീയമായ പിൻബലം, പ്രത്യേകിച്ച് യമൻ പൗരന്മാരെന്നൊക്കെ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകത്തക്ക രീതിയിലുള്ള അവിടുത്തെ താങ്കളുടെ കൂടെയുള്ള ഷെയ്ഖിനെയൊക്കെ സ്വാധീനിച്ച് അവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഓക്കെ, അൻവർ പാലേരിയാണ് യമനിലെ സെനായിൽ നമ്മൾക്കൊപ്പം സംസാരിച്ചത്. അപ്പോൾ ഖത്തറിലെ ദോഹയിലാണ് ശരിക്കും നമ്മുടെ 24-ൻ്റെ ബ്യൂറോയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. വളരെ ചാണ്ടിമോൻ പറഞ്ഞ പോലെ വളരെ സാഹസികമായൊരു യാത്രയ്ക്ക് ഇടയിലാണ് ഇദ്ദേഹം ഇപ്പോൾ സെനയിൽ എത്തിച്ചേർന്ന്. രാവിലെ ഹൂത്തികൾക്ക് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായി. അപ്പോൾ ആ ബോംബ് കൺമുന്നിൽ വീഴുന്ന കണ്ടുകൊണ്ടാണ് ഈ സത്യം പറഞ്ഞ ഇവരുടെ ഈ യാത്ര തുടർന്നത്. അവർക്ക് ഒരു നല്ല, ചാണ്ടിമോൻ പറഞ്ഞ പോലെ നല്ല ഭാഗ്യമുണ്ട്. അതുകൊണ്ട് മറ്റൊന്നും സംഭവിച്ചില്ല. കാലിന് പരിക്കേറ്റിട്ടും ഈ അൻവർ പാലേരി ഇതിൽ നിന്ന് പിൻവാങ്ങിയില്ലെന്ന് മാത്രമല്ല, ജയിലിൽ പോയി നിമിഷപ്രിയയെ കണ്ടേ അടങ്ങൂ എന്നുള്ള തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. അവസാനം നമ്മളെയൊക്കെ സന്തോഷഭരിതരാക്കിക്കൊണ്ട് മലയാള ടെലിവിഷനിൽ ആദ്യമായി ഒരു മാധ്യമപ്രവർത്തകൻ ഖത്തറിലെ അൻവർ പാലേരി നിമിഷപ്രിയയെ കണ്ടു. നിമിഷപ്രിയയുടെ കാര്യങ്ങൾ പറഞ്ഞു. അവരെ മോചിപ്പിക്കാൻ വേണ്ടി യത്നങ്ങൾ ജയിലിന് പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല, ഈ നിമിഷം മുതൽ കൂടുതൽ വർദ്ധിത ശക്തിയോടെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് അവർക്ക് അൻവർ പാലേരി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. കാന്തപുരം ഉസ്താദും അതേപോലെയുള്ള കേരള ഗവർണറും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ കൂടുതൽ യത്നിച്ച് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെട്ട് നിമിഷപ്രിയയുടെ മോചനം ഉറപ്പാക്കട്ടെ എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയൊരു ഇടവേള, ബ്രേക്ക്. ഇപ്പോൾ വരുന്നൊരു വാർത്ത അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തൃശ്ശൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുവായൂർ സ്വദേശി മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത്. പൂങ്കുന്നം MLA റോഡിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് നടന്ന വളരെ നല്ല ഒരു കാര്യത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മസ്തിഷ്ക മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിൻ്റെ ഹൃദയം മറ്റൊരാളിൽ മിടിച്ചു തുടങ്ങി. അങ്കമാലി സ്വദേശിക്കാണ് കൊച്ചി ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഹൃദയ ശസ്ത്രക്രിയ നടന്നത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെയാണ് കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഐസക്കിന്റെ ആഗ്രഹപ്രകാരം കുടുംബം അവയവദാനത്തിന് തയ്യാറായി. എൻ്റെ സ്കില്ലും പാഷനുള്ള ഒരു വ്യക്തിയാണ് ഐസക് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കാതിനപ്പുറത്ത് തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ്.
ഉച്ചയ്ക്ക് 12:15 ഹൃദയവുമായി മെഡിക്കൽ സംഘം കിംസിൽ നിന്ന് പുറപ്പെട്ടു. 5 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. കൃത്യം 1:25 കൊച്ചി ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്തിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ പറന്നിറങ്ങി. ഹയാത്തിൽ നിന്ന് ആധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ ലിസി ആശുപത്രിയിലേക്ക് ഹൃദയമെത്തിയത് 4 മിനിറ്റ് കൊണ്ട്. അങ്കമാലി സ്വദേശിയായ 28-കാരനിലാണ് ഐസക്കിന്റെ ഹൃദയം മാറ്റിവെച്ചത്. അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. ഐസക് ജോർജിന്റെ ഹൃദയം ഉൾപ്പെടെ 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്. 24 കൊച്ചി. ഇത്തരം ഓപ്പറേഷനുകൾ നടത്തി നല്ല പ്രാഗൽഭ്യവും പരിചയവും ഖ്യാതിയും നേടിയിട്ടുള്ള ലിസി ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം മേധാവി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നമുക്കിപ്പം തത്സമയം ടെലിഫോണിൽ ചേരുകയാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, അങ്ങേക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, നമസ്കാരം. അപ്പോൾ എന്തായാലും അങ്ങ് ഒരു ചരിത്രം കൂടി എഴുതി, വളരെ സന്തോഷം. ഇപ്പോഴത്തെ ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഈ ഹൃദയം സ്വീകരിച്ച ആളിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങള് ഹൃദയം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1.5 മണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പോഴ് തിയേറ്ററിൽ വെച്ചിട്ട് ഒരല്പം ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്തു. ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ മുൻപ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പേഷ്യന്റിനെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. പല മരുന്നുകളും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഒരു 24 to 48 hours നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അത് കഴിഞ്ഞു കഴിയുമ്പോഴേ ഉള്ളൂ യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ വിജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാനാവൂ. എന്നിരുന്നാലും ഇതുവരെ നമ്മൾ ചെയ്ത സർജറി വളരെ ഭംഗിയായിട്ടാണ് പോയിരിക്കുന്നത്. വിജയകരമായി തന്നെയാണ് ആ ടെക്നിക്കൽ സൈഡ് കഴിഞ്ഞിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയയൊക്കെ എത്രമാത്രം സങ്കീർണമാണ് ഡോക്ടർ? ഈ ശസ്ത്രക്രിയയേക്കാൾ ഉപരിയുള്ള സങ്കീർണത എന്ന് പറയുന്നത് അവയവദാനം നടത്താൻ വേണ്ടി കുടുംബം ചെയ്യുന്ന വലിയൊരു ത്യാഗമാണ്. ഇതിന് സങ്കീർണത എന്ന് പറയാനാവില്ല. അവിടെയാണ് നമ്മളുടെ ഈ പുതിയ ഗിഫ്റ്റ് ഓഫ് ലൈഫിന്റെ ആരംഭം. അവിടെ നിന്ന് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ, ഹൃദയത്തിന് മാത്രം പ്രത്യേകത എന്തെന്നാൽ അത് ഒരു ദാതാവിൽ നിന്ന് നമ്മൾ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ അത് സ്വീകർത്താവിൽ സ്പന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയ വിജയിക്കൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ എയർ ആംബുലൻസ് വഴി ഈ അവയവങ്ങളെ നമ്മൾ എത്തിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പോലീസ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ആംബുലൻസ് ഡ്രൈവേഴ്സ് അവരിൽ നിന്നെല്ലാം ഉള്ള സഹകരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമാണ്. എന്നിരുന്നാലും ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സർക്കുലർ ഉള്ളത് കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളുടെ അവയവം ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സങ്കീർണതകൾ പലതുണ്ട്. എന്നിരുന്നാലും അതിനെ അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സുലഭമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെയുള്ള ട്രാൻസ്പോർട്ടേഷൻസ് നമ്മൾക്ക് വിജയകരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഡോക്ടർ, ഈ ഹൃദയം സ്വീകരിച്ച സ്വീകർത്താവ് അദ്ദേഹം കുറച്ച് കാലമായി ചികിത്സയിലാണോ? കാരണം ഇന്നലെ എപ്പോഴാണ് ഇത് കൺഫേം ചെയ്ത് കിട്ടിയത്? കാര്യം ഇപ്പോൾ ഈ അവയവദാനം എന്ന് പറഞ്ഞാൽ വളരെ ഒരു കീറാമുട്ടിയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ടല്ലോ. അതെ 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 അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പല രോഗികളും അന്യ സംസ്ഥാനങ്ങളിൽ പോയി വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ച് നടത്തുന്ന ഒരു ശസ്ത്രക്രിയയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അതിനൊരു ഒരു ഒരു വ്യതിയാനമായിട്ടാണ് ഇന്നത്തെ അവയവദാനം അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സംഭവിച്ചത്. ഈ വ്യക്തി ഏകദേശം 5 വർഷത്തോളമായിട്ട് ഹൃദ്രോഗത്തിന്റെ ചികിത്സയിലാണ്. അത് കാലക്രമേണ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വരികയും അദ്ദേഹത്തിന് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വരികയും ചെയ്തപ്പോഴാണ് ആക്റ്റീവായിട്ട് നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്നതും അത് നമ്മൾ വിജയകരമായിട്ട് നിർവഹിക്കാൻ സാധിച്ചതും. കൂടെ ചോദിക്കട്ടെ ഡോക്ടറെ, ടെൻഷൻ ഉണ്ടോ? എന്താ കേട്ടില്ലല്ലോ? ഡോക്ടർക്ക് ടെൻഷൻ ഉണ്ടോ? ഞാന് 29ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇപ്പൊ കേരളത്തിൽ നിർവഹിച്ചത്. അതുപോലെ എയർ ആംബുലൻസിൽ തന്നെ നമ്മൾ ഏകദേശം 5-6ഓളം ഹൃദയം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ടെൻഷനുണ്ട്. കാരണം ഒരു ജീവിതമാണല്ലോ. കാരണം നമ്മളൊരു സാധാരണ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ ഹൃദയം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഘടിപ്പിക്കുന്ന ഹൃദയം സ്പന്ദിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ പേഷ്യന്റിന്റെ ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ടെൻഷനുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് നമ്മുടെ ടീമിലും നമ്മളുടെ ആശുപത്രിയിലും എല്ലാം ലോകത്ത് എവിടെയും ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള
ടീം വർക്കും എക്യുപ്മെന്റ്സും സ്കിൽസും ഉള്ളത് കാരണം അതിലുപരിയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ ആർക്കും ആവില്ല എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത് കാരണം പലപ്പോഴും ഈ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടാകാറില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓൾ ദ ബെസ്റ്റ്. നന്നായിരിക്കട്ടെ ഡോക്ടർ. എല്ലാം ഡോക്ടറൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ, ഡോക്ടർ ടീം പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ എല്ലാം ശുഭരീവസാവയാകട്ടെ. ഞങ്ങളും ആ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച് എസ്കേൻ. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. നമുക്ക് ഈ കൊട്ടാരക്കരക്കാരൻ്റെ ഹൃദയം മറ്റൊരാളിൽ മിടിച്ചു തുടങ്ങി എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഡോക്ടർ പറയുന്ന. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വിഖ്യാതനായ ഓപ്പൺ ഹാർട്ട് സർജറികൾ നടത്തിയിട്ടുള്ള ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ തന്നെയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൽ തീർച്ചയായിട്ടും വിശ്വാസം ഉറപ്പിക്കാം. ഇതുപോലെ എത്രയോ കേസുകൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് തലാസീമിയ രോഗികൾ ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ ദുരിതത്തിലായി എന്ന വാർത്ത വരുന്നു. ഒരു കൊല്ലത്തോളമായി സർക്കാർ ആശുപത്രികളിൽ നിന്ന് മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് രോഗികൾ പറയുന്നത്. അമിത വില നൽകി പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു ഗതികേടിലായി രോഗികൾ എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇല്ല കാക്കാൻ ഇനിയാവില്ല. സമരം തന്നെ, സമരം തന്നെ, വിജയം വരെ സമരം തന്നെ. തലസീമിയ രോഗികളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക. ജീവൻ നിലനിർത്താൻ മരുന്ന് ആവശ്യപ്പെട്ടാണ് ഈ സമരം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ജീവൻ രക്ഷാ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ലഭിക്കുന്നില്ല. 500-ലധികം തലാസീമിയ രോഗികളുണ്ട് സംസ്ഥാനത്ത്. മരുന്ന് ലഭിക്കാത്തത് വലിയ രീതിയിൽ രോഗികളെ ബാധിക്കുന്നു. രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ പണത്തിന് മാത്രമല്ല. ഫിൽട്ടർ സെറ്റ് ഇല്ലെങ്കിൽ, അപ്പം പിന്നെ ഫിൽട്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം ഇല്ലാതെ ബ്ലഡ് കയറ്റുന്ന സമയത്ത് വിറയൽ വരും. മറ്റൊന്ന് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗുളിക വാങ്ങാൻ പണമില്ലാത്ത ആളുകൾ ഇത് കുടിക്കുന്ന സമയത്ത് മാസത്തിൽ 2 ബാഗ് കയറ്റുന്ന ഒരു കുട്ടിക്കൊക്കെ ഫെർട്ടിൻ കൂടും. ഈ ഫെർട്ടിൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ വളർച്ച കുറയും, ഹാർട്ടിനെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, പിന്നെ ഡെത്ത് വരും. നിരവധി തവണ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ വിഷയം. മരുന്ന് ലഭ്യമാക്കാമെന്ന ഉറപ്പും നൽകിയിരുന്നു. ജൂലൈ 29-ന് നമ്മുടെ ഒരു നിവേദക സംഘം തിരുവനന്തപുരത്ത് പോവുകയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ച് ഞങ്ങളുടെ സങ്കടങ്ങൾ ഉയർത്തിക്കൊണ്ട് നിവേദനം നൽകുകയും ചെയ്തു. അപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ മരുന്നും ഫിൽറ്റർ സെറ്റും നൽകാൻ നടപടി ഉണ്ടാക്കാം എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതേവരെ അതുണ്ടായിട്ടില്ല. ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ മരുന്ന് കമ്പനികൾ മുന്നോട്ട് വരാത്തതാണ് മരുന്ന് പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. രക്തജന്യ രോഗികളെ സമാശ്വാസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ തലാസീമിയ രോഗികളെ അവഗണിക്കുകയാണെന്നും ഇവർ പറയുന്നു. മിഥില ബാലൻ, 24 കോഴിക്കോട്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയിൽ പാർട്ടി ഇരുട്ടിൽ തപ്പുന്നുവെന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നത് വെറും മുട്ടുന്യായമെന്നും പ്രതിനിധികൾ പറയുന്നു. BJP പ്രതിരോധിക്കാൻ പാർട്ടി കഴിഞ്ഞിട്ടില്ല. മുതിർന്ന നേതാവ് KE ഇസ്മയിലിനെതിരായ നടപടി വളരെ വൈകിപ്പോയെന്നും പ്രവർത്തന റിപ്പോർട്ടിനുമുള്ള ചർച്ചയിൽ വിമർശിച്ചു. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, കടുത്ത വിമർശനങ്ങളാണോ പ്രവർത്തകർ പ്രതിനിധികളും ഒക്കെ തന്നെ ഉയർത്തുന്നത്? തീർച്ചയായും CPIയുടെ പ്രവർത്തന റിപ്പോർട്ടിനുള്ള പൊതുചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. തൃശ്ശൂരിലെ LDFന്റെ 3ാം സ്ഥാനത്തേക്ക് പോയ തോൽവിയിൽ കടുത്ത വിമർശനമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നത്. തോൽവിയിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നത് മുട്ടുന്യായങ്ങൾ മാത്രമാണ്. തോറ്റു കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞാണ് വോട്ടർ പട്ടികയിലടക്കം ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രംഗത്ത് വരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ പാർട്ടി അമ്പേ പരാജയമായിരുന്നു. വോട്ട് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പാളിച്ചകൾ പറ്റി. ഈ പാളിച്ചയാണ് അവരുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമെന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് KE ഇസ്മയിലിന് എതിരായ സസ്പെൻഷൻ നടപടി വൈകിപ്പോയി എന്ന വിമർശനമുണ്ടായി. 1982 മുതൽ 2006 വരെ വിവിധ തെരഞ്ഞെടുപ്പുകളിലായി 6 തവണ മത്സരിച്ച ആളാണ് KE ഇസ്മയിൽ. 1 തവണ മന്ത്രിയായി, 1 തവണ രാജ്യസഭാംഗമായി, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിന്റെ ഭാഗമായി. എന്നിട്ടും സംഘടനാ ബോധമില്ലാതെ സസ്പെൻഷനായ ആളെ സംസ്ഥാന സമ്മേളനത്തിൽ ക്ഷണിച്ചെന്ന് പറയുന്നത് ഏതു തരത്തിലുള്ള നടപടിയാണ്? അതുകൊണ്ട് ഇസ്മയിലിനെതിരായ നടപടി ഇതിനു മുമ്പേ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് പ്രതിനിധികൾ വിമർശിക്കുന്നത്. ഓക്കെ, R. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വ്യാജ ട്രേഡിംഗ് ആപ്പിലൂടെ ഇന്ത്യയിൽ നിന്ന് ക്യാപിറ്റൽ എക്സ് തട്ടിയെടുത്തത് 400 മുതൽ 500 കോടി രൂപ വരെ എന്ന കണ്ടെത്തൽ. യഥാർത്ഥ ട്രേഡിംഗ് ആപ്പ് പ്രവർത്തിക്കുന്നതിന് സമാനമായിട്ടാണ് ക്യാപിറ്റൽ എക്സ് പ്രവർത്തിക്കുന്നത്. കൊച്ചിയിൽ 25 കോടി രൂപയുടെ സൈബർ തട്ടിപ്പിന് പിന്നിലും ക്യാപിറ്റൽ എക്സ് ആയിരുന്നു. കേരളത്തിൽ മാത്രം 400ഓളം പേർക്ക് പണം നഷ്ടമായി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വരുന്നു. വിഷ്ണു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ.
SKN കൊച്ചിയിൽ 25 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടന്ന കേസ് അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് സൈബർ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ പണം തട്ടിയെടുത്തിരിക്കുന്നത് ക്യാപിറ്റലിക്സ് ആണെന്ന് നേരത്തെ തന്നെ വിവരം വന്നിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇവർ 500 കോടി രൂപയോളമാണ് ഇത്തരത്തിൽ വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി തട്ടിയെടുത്തത് എന്നാണ് സൈബർ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 500ഓളം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 60 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ ഇവരാരും പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറാകുന്നില്ല. വളരെ കുറച്ചു പേര് മാത്രമാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിലവിൽ ഈ 25 കോടി നഷ്ടമായ ആ പരാതിക്കാരന് ഒരു ഫോൺ കോൾ, ഒരു വിദേശ നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. ആ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആ നമ്പറിൽ നിന്ന് മാത്രമാണ് കേരളത്തിലേക്ക് ഏകദേശം ഒരു 200 മുതൽ 400 വരെ ആളുകൾക്ക് ഫോൺ കോൾ എത്തിയിരിക്കുന്നത്. അത് തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ മലയാളി സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പ്രതികളിലേക്ക് എത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. സൈപ്രസ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി പ്രതികളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു വളരെ വലിയ ദൗത്യം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ക്യാപിറ്റലിക്സുമായി ബന്ധപ്പെട്ട് ആളുകൾ കുറച്ചുകൂടി ബോധവാന്മാരാകണമെന്ന് ഒരു നിർദ്ദേശം കൂടി സൈബർ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇനി അതിൽ അങ്ങനെ പണം നിക്ഷേപിക്കരുത്. അതൊരു സാധാരണ ട്രേഡിംഗ് ആപ്പ് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു വ്യാജ ആപ്പാണെന്നാണ് സൈബർ പോലീസ് വ്യക്തമാക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ന്യൂനപക്ഷ സംഗമം നടത്താൻ ഒരുങ്ങി സർക്കാർ. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട 1500 പേരെ സംഗമത്തിൽ പങ്കെടുപ്പിക്കും. ഒക്ടോബർ മാസത്തിൽ സംഗമം നടത്താനാണ് തീരുമാനം. കൊച്ചിയാകും സംഗമവേദി. ആഗോള അയ്യപ്പ സംഘം മതപരമായ പരിപാടിയാണെന്ന വിമർശനങ്ങൾക്കിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം. ന്യൂനപക്ഷ ക്ഷേമം എന്ന ആശയമുയർത്തി ന്യൂനപക്ഷ സംഗമം നടത്താനാണ് സർക്കാർ നീക്കം. വിവിധ സമുദായ സംഘടനകളും നേതാക്കളുമായി ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു. ന്യൂനപക്ഷ ക്ഷേമം, ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളും സംഗമത്തിൽ ഉയർന്നുവരും. സംസ്ഥാനത്തിന് പുറത്തുനിന്നും ന്യൂനപക്ഷ പ്രതിനിധികളെ എത്തിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് വർഷത്തിലെ സർക്കാരിന്റെ പ്രധാന ചുവടുവയ്പായി മാറുകയാണ് അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും. 24 തിരുവനന്തപുരം. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് പച്ചക്കൊടി കാണിച്ച് കേരള ഹൈക്കോടതി. കർശന നിർദ്ദേശങ്ങളോടെയാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഇന്ന് പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പമ്പയിൽ സ്ഥിര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത്. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. 45 ദിവസത്തിനുള്ളിൽ ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറണം. സാധാരണക്കാരായ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത്. ഈ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയത്. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിലവിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ ബോർഡ് തീരുമാനിച്ചിരുന്നു. കോടതിയുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. വേണ്ടിവന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഇനിയും ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് 3000ഓളം പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സെപ്റ്റംബർ 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ സാധ്യമാകുന്നില്ലെന്ന ആരോപണവും PS പ്രശാന്ത് നൽകി. 19, 20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ലെന്നായിരുന്നു ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. അശ്വിൻ പാലാഴിയാണ് ഈ വിവരം അറിയിക്കുന്നത്. കണ്ടെയ്നർ ലോറി ഇടിച്ച് ഒരു കായിക താരത്തിന് ദാരുണ അന്ത്യമുണ്ടായി. ആലപ്പുഴ കലവൂരിലാണ് ഈ അപകടം ഉണ്ടായത്. മരിച്ചത് കലവൂർ സ്വദേശി ലക്ഷ്മി ലാലാണ്. 18 വയസ്സ് പ്രായമുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലേക്ക് പരിശീലനത്തിന് പോകുന്ന വഴിയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സങ്കടകരമായിപ്പോയി. ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സാധ്യതകളും ഉണ്ടായിരുന്ന ഒരാൾക്കാണ് ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കണമെന്ന് SKN40 കേരള യാത്രയിലെ വാഗ്ദാനം 24 പാലിച്ചു. ഇന്ന് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിലെ തൃക്കാക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഈ തലസീമി എന്താണെന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു. തലസീമി ഒരു പാരമ്പര്യ രോഗമാണ്, ഒരു രക്തവൈകല്യം ഉണ്ടാക്കുന്ന രോഗമാണ്. ശരീരത്തിൽ സാധാരണയേക്കാൾ കുറച്ച് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഇത് വിളർച്ചയ്ക്കും ശരീരത്തിലുടനീളം ഓക്സിജൻ വഹിക്കാനുള്ള കഴിവും കുറയ്ക്കും.
എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് ഗൂഗിൾ പോയാൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ ലഭിക്കും. ഇന്നൊരു സന്തോഷകരമായ കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന SKN40 കേരള യാത്രയിൽ നമ്മൾ നൽകിയ വാഗ്ദാനം 24 പാലിച്ചു എന്നുള്ളതാണ്. കൊച്ചിയിലെ തൃക്കാക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഏതാണ്ട് 320ഓളം കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ഓരോ സ്കൂളിനും ഓരോ പ്രിൻ്ററും ഒക്കെ ആയിട്ട് കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. സംസ്ഥാനത്തുടനീളം കെ ചിത്രപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചിട്ടാണ് ഈ നല്ല പദ്ധതി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. ഞാനും അതുപോലെ കെ ചിത്രപ്പള്ളി ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബയും ചേർന്നാണ് ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തെ ഒപ്പം ചേർത്ത SKN40യുടെ ഭാഗമായാണ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം തൃക്കാക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബായും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ 24-നൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ അഭിമാനമെന്ന് കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ. SKNും അതുപോലെ തന്നെ ചാനൽ 24ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം ഏറ്റവും നല്ല, ഏറ്റവും സന്തോഷം നൽകുന്ന, ഏറ്റവും കൃതാർത്ഥത നൽകുന്ന ഒരു അവസരമാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ മംഗളങ്ങളും ചേരുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല ജനോപകാര പദ്ധതികളുമായി, അതുപോലെ നമ്മുടെ കുട്ടികളെ നല്ല വഴിക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന പദ്ധതികളുമായി SKNും അദ്ദേഹത്തിൻ്റെ ടീമും ഇനിയും വരട്ടെ. അവർക്ക് അവരുടെ പദ്ധതിയിൽ ഭാഗമാക്കുവാൻ, അവർക്ക് കൈത്താങ്ങാകുവാൻ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ഉണ്ടാകും എന്ന് പറയാനും ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 40 സ്കൂളുകളിലാണ് SKN40യുടെ ഭാഗമായി കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തെ ആകെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. നമ്മുടെ ഈ പച്ചപ്പുള്ള മനോഹരമായ മണ്ണ്, എനിക്ക് പിറന്ന ഈ നാട് വലിയ അപകടത്തിൽ മൂക്കുകുത്തി വീണ് കഴിഞ്ഞു. ഒരുപാട് രാസലഹരിയും അതുപോലെയുള്ള സംഭവങ്ങളും കേരളത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞു. നമ്മളെല്ലാം ഒന്നിച്ച് കൈകോർത്ത് ഈ അണിചേർന്ന് ഈ നമ്മുടെ എല്ലാ കുട്ടികളെയും ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു യത്നം കൂടി ആകട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. SKN40യുടെ സമാപന ചടങ്ങിലാണ് ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ നൽകുമെന്ന് 24ഉം കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് പ്രഖ്യാപിച്ചത്. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ജോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ B. ജയരാജ്, സോഷ്യൽ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ SM. വിനോദ്, സിനിമാ താരം നസീർ സംക്രാന്തി, സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോൺ, ഹെഡ്മാസ്റ്റർ മനോജ് S, 24 ഹെഡ് ഓഫ് ന്യൂസ് C. ഉണ്ണികൃഷ്ണൻ, എഡിറ്റർ ഇൻചാർജ് PP. ജെയിംസ്, സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR. ഗോപികൃഷ്ണൻ, ഫ്ലവേഴ്സ് സീനിയർ മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായർ എന്നിവരും പങ്കെടുത്തു. 24 കൊച്ചി. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.